ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കണു. ഇന്ന് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന ഹോസ്പിറ്റലിലെ, അതായത് എറണാകുളം ജന ഹോസ്പിറ്റലിലെ മുഴകളെല്ലാം സർജറി ചെയ്യുമോ? നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ചെറിയ ഇവിടെ ഒരു തൈറോയിഡിൻ്റെ മുഴയുണ്ട് കേട്ടോ. ചെറിയ അത് നേരത്തെ മുതലൊക്കെ ഉള്ളതാണ്, പക്ഷെ അധികം ഇപ്പോഴാണ് കുറച്ചും കൂടെ അത് തെളിഞ്ഞ് വരുന്നത്. നേരത്തെ ഒരു 3-4 വർഷം മുന്നേ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ ഒരു വർഷമായി. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ശല്യങ്ങളൊന്നുമില്ല എന്ന് ചേട്ടൻ പറയാം. പക്ഷെ ആള് പാട്ട് പാടുന്ന സമയത്ത് പാട്ട് കിട്ടില്ല, ഇടയ്ക്ക് സൗണ്ട് കട്ടായി പോവും. പിന്നെ ജലദോഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു. ജലദോഷം വരില്ലാത്ത ആളാണ്, എപ്പോഴും ജലദോഷം വരിക, ചുമ വരിക. ചുമ വന്നാൽ അതങ്ങനെ പെട്ടെന്ന് മാറില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ENTനാണ് ആദ്യം ഞങ്ങളിവിടെ കാണിച്ചേട്ടോ. പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ENTനെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വാത്തിയത്ത് കാണിച്ചു. വാത്തിയത്ത് ഡോക്ടർ എന്ത് ചെയ്തു, സ്കാൻ ചെയ്തായിരുന്നു. സ്കാൻ ആദ്യം ചെയ്തു. അതിന് ശേഷം സ്കാനിൽ ചെറിയ തടി പോലെ തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു FNAC കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വാത്തിയത്ത് FNAC തന്നെ ഡോക്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം മുഴയുണ്ട്, തൈറോയിഡിൻ്റെ മുഴയാണ്. ഇത് ഇവിടെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ വാത്തിയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, അപ്പം അതുകൊണ്ട് ഞങ്ങൾ സർജറി ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര പൈസ. അപ്പോൾ എന്ത് ചെയ്ത്, എന്നെ ജന ഹോസ്പിറ്റലിലല്ല കാണിച്ചത്. അപ്പോൾ സർജറി അവിടെയാണല്ലോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നതെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി, ജന ഹോസ്പിറ്റലിലേക്ക് പോയി. ജന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെ കണ്ടു? ENT ഡോക്ടർ കണ്ടു. ENT ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പ്രശ്നമുള്ള മുഴയല്ല, എന്നാലും പിൽക്കാലത്തത് പ്രശ്നമാവാം മുഴ ആയതുകൊണ്ട്. മുഴ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ ഇയാൾ. അപ്പോൾ അതുകൊണ്ട് പിൽക്കാലത്ത് ഇത് മുഴ പല സ്റ്റേജുകളിലേക്കായി ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ചെറിയ ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വർത്തമാനം പറയുമ്പോൾ ഇതിങ്ങനെ ഈ മുഴ ഇങ്ങനെ തള്ളി ഇങ്ങനെ വരണത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇതെന്തായാലും ഓപ്പറേറ്റ് ചെയ്ത് കളയണമായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ENT ഡോക്ടർ പറഞ്ഞു കേട്ടോ. ENT ഡോക്ടർ പറഞ്ഞു സർജന് ENT ഡോക്ടർ അവിടെ പറഞ്ഞു ഇവിടെ സർജറി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറേ സർജറികൾ വരുന്നുണ്ട്. അവർക്ക് തൈറോയിഡിൻ്റെ സർജറി ചെയ്യാനുള്ള ഡോക്ടർമാർ കുറവാണ്. ഇതിനൊക്കെ ശരിക്കും സ്പെഷ്യലൈസ് ചെയ്യണത് കളമശ്ശേരി മെഡിക്കലാണ് തൈറോയിഡിൻ്റെ കൂടുതലും സർജറികൾ വന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് നേരെ കളമശ്ശേരിക്ക് തന്നെ റെഫർ ചെയ്തു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് കളഞ്ഞോ, സെയിം അവിടെ ജന ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത് എത്രയും പെട്ടെന്ന് കളയണം, അല്ലെങ്കിൽ ഇത് പിൽക്കാലത്ത് മുഴ വലിയ ബാധ്യതയാവാം. പിന്നെ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ആ മുഴ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായത് ജന ഹോസ്പിറ്റലിൽ തൈറോയിഡിൻ്റെ മുഴയുടെ സർജറി ചെയ്യില്ല, കളമശ്ശേരി തന്നെയാണ് ചെയ്യുള്ളൂ. ജന ഹോസ്പിറ്റലിൽ ഡയാലിസ്, ക്യാൻസറിൻ്റെ മുഴകൾ, അങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എല്ലാം നടക്കുമെങ്കിലും തൈറോയിഡിൻ്റെ ചെയ്യുന്നത്, തൈറോയിഡിൻ്റെ മരുന്നുകളും കാര്യങ്ങളും സർജറി ഒക്കെ ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. അവിടെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് ചേട്ടനെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അങ്ങനെയാട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.